നാടോടികളായ എത്ര സുന്ദരമായ ദേശത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്ര സുന്ദരമായ ഈ ദേശം ഏതാണ്? ഹരിതാപമായ വയലുകളും ഫലഭൂഷണമായ ഈ മണ്ണും കണ്ടിട്ട് സമ്പൽ സമൃദ്ധി നിറഞ്ഞ നാടാണെന്ന് മനസ്സിലായി. ആരാണ് ഇവിടുത്തെ ഭരണാധികാരി? ഇത്ര ശാന്ത സുന്ദരമായ നാടിന്റെ ഭരണാധികാരി കഴിവുറ്റ ഒരാളായിരിക്കും. സഞ്ചാരികളെ, നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടു. സംശയിക്കേണ്ട, കേട്ടിട്ടില്ലേ? ഇതാണ് ദാവീദ് പുത്രനായ ശലോമോൻ രാജാവിന്റെ ഇസ്രായേൽ, യഹോവയായ ദൈവം നൽകിയ വാഗ്ദത്ത ഭൂമി. കേട്ടിട്ടുണ്ട് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണനൈപുണ്യത്തെ കുറിച്ചും. ഞാനും കേട്ടിട്ടുണ്ട്. ഈ നാട്ടിലെത്തിയ സ്ഥിതിക്ക് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ ന്യായപാലനം കേൾക്കാൻ കഴിയുമോ? തീർച്ചയായും. അതാ അങ്ങോട്ട് നോക്കൂ. ശലോമോൻ രാജാവ് പണികഴിപ്പിച്ച മനോഹരമായ യെരൂശലേം ദേവാലയമാണിത്. നാളെ രാവിലെ ശലോമോൻ രാജാവ് ദേവാലയത്തിന്റെ നടുത്തളത്തിൽ പ്രജകളുടെ ആവലാതികൾ കേൾക്കാൻ എത്തും. അവിടെ അടിയാൻ കുരുക്കുകളായ പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരങ്ങൾ കാണും. അപാര ജ്ഞാനം പ്രകടമാകുന്ന ശലോമോന്റെ നീതി നിർവഹണം നിങ്ങൾക്ക് നേരിട്ട് കാണാം. എന്റെ മകനാണ്, എന്റെ മാത്രം മകൻ. എന്റെ ദൈവമേ, എന്തൊരു പരീക്ഷണമാണിത്. എന്റെ കുഞ്ഞിനെ നിർത്തു നിങ്ങളുടെ ഈ നാടകം. നിങ്ങൾ നിൽക്കുന്നത് രാജാതിരാജനായ ശലോമോന്റെ സന്നിധിയിലാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകൂ. തികച്ചും സങ്കീർണമായ ഒരു പ്രശ്നവുമായാണ് നിങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒമർത്തും തുളുമ്പുന്ന ഒരു കുഞ്ഞും അവന്റെ പാത്രത്തിൽ അവകാശം പറയുന്ന രണ്ടമ്മമാർ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഏറെ കാലമായി ഇവരോടൊന്നിച്ച് ഒരേ ഭവനത്തിലാണ് ഞങ്ങൾ വസിക്കുന്നത്. 3 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഞങ്ങൾ ഇരുവരും ഓരോ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒരു ദിവസം രാത്രിയുടെ അധ്യാപനത്തിൽ ഗാഠനിദ്രയിൽ ഇവളുടെ കുഞ്ഞിന് മേലെ മറിയുകയും കുഞ്ഞ് മരിക്കുകയും ചെയ്തു. ഗാഠനിദ്രയിലായിരുന്ന എന്റെ അടുക്കൽ ആ കുഞ്ഞിന്റെ ശരീരം ഉപേക്ഷിച്ച് ഇവളെന്റെ ഓരോ കുഞ്ഞിനെ എടുത്ത് കടന്നു കളഞ്ഞു. കുഞ്ഞിനെ തേടിച്ചെന്ന എന്നെ ആദ്യം പുറത്താക്കി. ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഇവൾ കല്ല് വെച്ച നുണയാണ് പറയുന്നത്. ഇവൻ എന്റെ മകനാണ്, എന്റെ മാത്രം ഓമന മകൻ. ഇവരിൽ ഒരാൾ ശരിയും മറ്റൊരാൾ തെറ്റുമാണ്. ഒരാൾ സത്യം പറയുമ്പോൾ മറ്റൊരാൾ അസത്യം മാത്രം പറയും. ഒരു പരിഹാരവുമില്ലാത്ത പ്രശ്നമാണല്ലോ രാജൻ. ഈ കുഞ്ഞിന് അവകാശമുള്ള 2 പേർ ഉണ്ടെന്നിരിക്കെ കുഞ്ഞിനെ ഇവർക്ക് 2 പേർക്കുമായി വീതം വെച്ച് നൽകുവാൻ ഉത്തരവായി. അങ്ങ് പറയുന്നത്? അതെ, മൂർച്ചയൊരു വാക്കുണ്ട്. ഈ കുഞ്ഞിനെ 2ആയി മുറിച്ച് ഒരു ഭാഗം ഇവൾക്കും മറുഭാഗം അവൾക്കും കിട്ടിയതുകൊണ്ട് സ്ഥാപിച്ചു പറയാം. അങ്ങനെയാണെങ്കിൽ അവരെ തിരുമനസിന്റെ തീരുമാനം കടുത്തതാണെങ്കിലും കൊണ്ടുപോയിക്കോളൂ. അവർക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലാതാകുന്നതാണ്. എനിക്കില്ലാത്തത് അവർക്ക് വേണ്ട. അയ്യോ അരുതേ, എന്റെ കുഞ്ഞിനെ കീറി മുറിക്കരുതേ, അവരെ കൊല്ലരുതേ. കുഞ്ഞിനെ അവർക്ക് കൊടുത്തോളൂ. അവൻ ജീവിച്ചിരിക്കുന്നത് മാത്രം കണ്ടാൽ മതി എനിക്ക്. അവരെ കൊല്ലരുത് തിരുമനസേ, എന്റെ കുഞ്ഞിനെ കൊല്ലരുത് തിരുമനസേ, എന്റെ കുഞ്ഞിനെ കൊല്ലരുതേ. പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ അവനെ എന്നേക്കുമായി വിട്ടു നൽകാൻ തയ്യാറായ ഈ വനിതയാണ് ഈ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവ്. കരഞ്ഞ് വിലപിച്ചു നിൽക്കുന്ന സ്നേഹസമ്പന്നയായ ഈ മാതാവിന് ആ കുഞ്ഞിനെ കൈമാറും. കുലീനിയായ വനിതാരത്നമേ, നിങ്ങളുടെ നിസ്വാർത്ഥമായ പുത്രവാത്സല്യത്തിന് മുമ്പിൽ നാം ശിരസ് നമിക്കുന്നു. വിലപിടിപ്പുള്ള ബാലകൃഷ്ണൻ നൽകി ഇവളെ യാത്രയാക്കൂ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തികളായ ഇവരെ ചികിത്സയ്ക്ക് വിധേയമാണ്. മാനവികതയുടെ അസ്തിത്വം മാതാവിന്റെ നിസ്വാർത്ഥമായ സ്നേഹം തന്നെയാണ്. വിനാശകാരിയായ സകല ആയുധങ്ങളെയും നിർവീര്യമാക്കുന്നതാണ് അമ്മയുടെ നിർമ്മല സ്നേഹം. പരിശുദ്ധമായ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ സമ്പന്നമാക്കുന്ന നന്മ നിറഞ്ഞ അമ്മമാരി, നിങ്ങൾക്ക് നമസ്കാരം.
നല്ല